ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 കവർ നോക്കി വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ, വേറെ ഒന്നല്ല, ഇമ്മീപ്പി കൂടെ മീൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീൻ മേടിച്ചു വന്നതാണ് കേട്ടോ. 2-3 ഐറ്റം മീൻ ഉണ്ടായിരുന്നു. നെയ്മീൻ ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അയില ഉണ്ടായിരുന്നു കേട്ടോ. അയിലയും നെയ്മീനും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഈ മീനുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെമ്മീനും അതുപോലെ കൂന്തളും മാന്തളും ഒക്കെയാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് തരിക. ആദ്യം തന്നെ നെയ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ളൊന്നും നമ്മൾ ഇന്ന് എടുക്കൂല, ഇന്നൊക്കെ വേണ്ടത് എടുക്കും. ബാക്കിയുള്ളത് 2-3 പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ചെയ്യല്. തലഭാഗങ്ങളും കഷ്ണങ്ങളും തമ്മിൽ മാറ്റി മാറ്റി എടുക്കണം. എന്നിട്ട് തലഭാഗങ്ങൾ എടുത്തിട്ട് ഇന്ന് കറി വെക്കണം, പിന്നെ കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി വെക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നീലപാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് ഞാൻ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷെ അത് ഉണ്ടാക്കൽ നടക്കുമല്ലെന്നൊക്കെ തമ്പുരാനറിയാം കേട്ടോ. ഇങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഇത് മീനിലും അതുപോലെ ചിക്കന്, ബീഫ് അങ്ങനത്തെയിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രഷ്നെസ് പോകാതെ തന്നെ കിട്ടും കേട്ടോ. കുറേ ദിവസം നമ്മളത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സാധനം ഇരുന്നോളും. അല്ലാത്ത പക്ഷെ നമുക്കതൊരു ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് തോന്നുമല്ലോ അല്ലേ. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഞാനൊരു ടിപ്പ് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കി നോക്കുമ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. അങ്ങനെ ചെമ്മീനിലും അയലയിലും ഒക്കെ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇന്നത്തെ ആവശ്യമുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഫ്രീസറിൽ കയറ്റിയാണ് കേട്ടോ. അങ്ങനെ ഇന്നൊക്കെ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇതാ നമ്മുടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ പച്ചമുളകും ചെറിയ ഉള്ളി മാത്രം അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ മീനൊക്കെ എപ്പോഴും മസാല കൂട്ടി വെക്കാറുള്ളത്. പിന്നെ അതാ തലമണ്ട ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഇവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ മല്ലിക്കതിൻ്റെ ബാക്കി വാലും തലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തിട്ട്. ഈയിടെയായിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിൽ രാത്രി ഞങ്ങൾ ചോറല്ല കേട്ടോ കഴിക്കാറുള്ളത്. പകരം ഇതാ ഗോതമ്പ് കൊണ്ടുള്ള ദോശയോ അല്ലെങ്കിൽ റാഗിയും കൊണ്ടുള്ള അപ്പമൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചുട്ടെടുക്കാറുള്ളത്. തന്നെ ഞങ്ങൾ എന്തായാലും ഗോതമ്പ് ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഗോതമ്പ് ദോശ ഒരു സൈഡിൽ ഇത് ചുട്ടുകൊണ്ടിരിക്കണു, അതുപോലെ തന്നെ മീനും ഇതാ നമ്മളിതാ ഒരു സൈഡിൽ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ദോശയൊക്കെ റെഡിയായി വന്നപ്പോൾ ചെക്കന് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളാണെങ്കിലും മീന് ഫോർക്കും അതുപോലെ ഒരു സ്പൂണും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൈയും കൊണ്ട് ആ കട്ട് ചെയ്ത സാധനം എടുത്തിട്ട് അപ്പത്തിൻ്റെ ഉള്ളിൽ ചുരുട്ടിയിട്ട് വായിലിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തിനാണാവോ ഈ ഫോർക്കും സ്പൂണൊക്കെ എടുക്കുന്നത്? ഇവന്റെ ബുദ്ധി വിമാനമല്ല, റോക്കറ്റ്. അങ്ങനെ ഓൻകൊക്കെ കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു 2-3 ദോശയും അതുപോലെ മീൻകറി, മീൻ മണ്ടയ്ക്ക് എനിക്ക് എൻ്റെ എവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. കഷ്ണമീൻ്റെ മണ്ടയ്ക്ക് പിന്നെ അതാ മീൻ പൊരിച്ചതും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഉച്ചക്കത്തെ വെണ്ടക്കറി ആയിരുന്നു കേട്ടോ. ശരാ ഇയാൾ എങ്ങനെ ഇനി ഇവിടെ കയറിയിരിക്കുന്നത്? ആളൊക്കെ സ്ഥലം മാറ്റാല്ലേ. അങ്ങനെ ഞാനതാ ഗോതമ്പ് ദോശ ഒരു കഷ്ണം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് നമ്മുടെ മീൻ കറിയിൽ ഒന്ന് ഒപ്പിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിട്ടോ. എടാ മോനെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശേഷം ഇതാ ഞാൻ എന്താ ചെയ്തു, നമ്മുടെ സിമ്പിൾ മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള നമ്മൾ നെയ്മീൻ്റെ ഒരു കഷ്ണത്തുമ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വായിൽ വെച്ച് ഒന്നും പറയാനില്ല, നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.